ഇന്ത്യയെ കുറിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് കാണുമ്പോൾ ഒരു നിമിഷം നമുക്ക് പ്രൗഡ് തോന്നും. പക്ഷേ കമന്റ് സെക്ഷൻ തുറന്നാൽ ആ ഫീലിംഗ് പെട്ടെന്ന് മാറും. ISRO, UPI, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി, ഇന്ത്യൻ CEOs ആർ ലീഡിംഗ് ദി ഗ്ലോബൽ ബ്രാൻഡ് എല്ലാം ഉണ്ട്. പക്ഷെ സംഹൗ ലോകം ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊന്നും കാണാത്ത പോലെയാണ്. ഞാൻ കുറെ കാലം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിന്റെ ഇടയിലാണ് സൈമൺ ആൻഡ് ഹോൾട്ട് എന്ന നേഷൻ ബ്രാൻഡിംഗ് എക്സ്പേർട്ടിന്റെ ഒരു ഒബ്സർവേഷൻ കണ്ടത്. ആള് പറഞ്ഞത് 20 വർഷമായിട്ടും ഇന്ത്യയുടെ ഇമേജിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. യു തിങ്ക് ഇന്ത്യ എത്ര മാറിയിട്ടൊന്നും ഇമേജ് എങ്ങനെ മാറാണ്ടിരിക്കുന്നത്? പിന്നെ സിംഗപ്പൂരിൽ നടന്ന ഒരു ഇൻസിഡന്റ് കണ്ടു. ഗവൺമെന്റ് ആന്റി ഇന്ത്യ കോണ്ടന്റിനെ ബ്ലോക്ക് ചെയ്തു. മേ ബി പ്രോബ്ലം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ഹ്യൂമൻ ഹാബിറ്റാണ്. നമ്മൾ ഒരാളെ കാണുന്നു, പിന്നെ അവനെ ഒരു ലേബിൾ ആക്കുന്നു, പിന്നെ ആ ലേബലിനെ ഒരു സ്റ്റോറി ആക്കും. അത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിനെ കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നോർത്ത് ഇന്ത്യയിൽ വന്ന ഏത് ലേബറും നമുക്ക് ബംഗാളിയാണ്. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മദിരാസിയാണ്. ബോംബെയില് ബീഹാറിനും UP-ന്നും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക വാക്കുണ്ട്, ഭയ്യ. അതുകൊണ്ട് തന്നെ ലോകം ഇന്ത്യനെ വെറുക്കുന്നതല്ല, ലോകം ഇന്ത്യനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഈ ഐഡന്റിറ്റി ക്രൈസിസ് നമുക്ക് മാറ്റാൻ പറ്റും. ഹിസ്റ്ററി പറയുന്നത് പറ്റും, പക്ഷെ ആർഗ്യുമെന്റ്സ് കൊണ്ടല്ല, ഇന്റർനെറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടല്ല. ജപ്പാൻ ഇമേജിനെ മാറ്റിയത് ആർഗ്യുമെന്റ് കൊണ്ടല്ല. കൊറിയ ഇമേജിനെ മാറ്റിയത് പാട്രിയോട്ടിക് പോസ്റ്റ് കൊണ്ടല്ല. അവര് ലോകത്തിന് എക്സ്പീരിയൻസ് കൊടുത്തു. പ്രൊഡക്ട്സ്, മൂവീസ്, ടെക്നോളജി, സ്റ്റോറീസ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇമേജ് ഇംപ്രൂവ് ചെയ്യൽ, ഇന്ത്യനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോകത്തിന് പ്രസന്റ് ചെയ്യുകയാണ്. ബിക്കോസ് പീപ്പിൾ റെയർലി ചേഞ്ച് ദെയർ മൈൻഡ് ബിക്കോസ് ഓഫ് എൻ ആർഗ്യുമെന്റ്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് അത് ലൈഫ് ലോങ് പെർസെപ്ഷൻ മാറ്റും. ലെറ്റ് മീ നോ വാട്ട് യു ഫീൽ ഇൻ കോമെന്റ്സ്. ബൈ ഫോർ നൗ.